അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആന്റെ പാരായണം ഏറ്റവും ഭംഗിയായ രൂപത്തിൽ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കാൻ എന്നുള്ള അതിൻ്റെ ജീവിത നിയമങ്ങളൊക്കെ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്നതിൽ പറയും ജീവിതം ഒരു പ്രയാസമാണ് സാറേ, ഒന്ന് 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 എളുപ്പമായ എന്തെങ്കിലും മാർഗമുണ്ടോ. ആ നിലക്ക് ഈ ഖുർആൻ പഠനത്തിൽ ജീവിതത്തിൻ്റെ പ്രാധാന്യവും അത് പഠിക്കാനുള്ള എളുപ്പമാക്കുന്ന കാര്യത്തിലൊക്കെ ഉള്ള ഒരു ക്ലാസ് നിലക്കാണ് നമ്മൾ ഇതിനെ തുടങ്ങി വെച്ചിട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ മണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും വെറുതെ മണിക്കുന്നത് കാണാം. എവിടെയാണ് മണിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നീട്ടലും മണിക്കലും ഒക്കെ നമ്മൾ പറയാം, ഖുർആന്റെ പാരായണത്തിന് ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീട്ടേണ്ട സ്ഥലത്ത് നീട്ടലും മണിക്കേണ്ട സ്ഥലത്ത് മണിക്കുകയാണ്. അപ്പം ആ ഗുന്ന കൊടുക്കുക, നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരു താളം പോലെ സംഗതി എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ സംഗതിയാണ് ഗുന്ന എന്ന് പറയുന്നത്. ഗുന്ന ഗുന്ന എന്ന് പറഞ്ഞാൽ ഒരു താളം കൊടുക്കുക. ഈ താളം കൊടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സുക്കൂനുള്ള നൂനും തൻവീനും. നൂനു സാക്കിന ഓ തൻവീൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ മണിക്കുന്ന അക്ഷരം മണിക്കേണ്ടത് എവിടെയുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സുക്കൂൺ നൂന് തൻവീനെ മനസ്സിലാക്കണം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ രണ്ടിന്റെ ശബ്ദം ഒന്നാണ്. അതായത് അൻ, ഇൻ, ഉൻ. തൻവീൻ എന്ന് പറഞ്ഞാൽ അതാണ് രണ്ട് ഫത്ഹ, അല്ലെ, ഹർക്കത്തുകൾ ഇരട്ടിച്ച് വരിക. ഫത്ഹ, കസ്ര, ലൊമ്മ, അതാണ് ഹർക്കത്ത് എന്ന് പറയുന്നത്. ഇത് ഇരട്ടിച്ച് വരിക. ഫത്ഹത്തൈൻ, കസ്രത്തൈൻ, ലൊമ്മത്തൈൻ. ഇങ്ങനെ രണ്ട് ഫത്ഹ, രണ്ട് കസ്ര, രണ്ട് ലൊമ്മ, ഇതിനാണ് തൻവീൻ എന്ന് പറയുന്നത്. അതിന്റെ ശബ്ദം എങ്ങനെയാണ്? അൻ, ഇൻ, ഉൻ, അല്ലെ. സുക്കൂണുള്ള നൂനിന്റെ അതേ ശബ്ദം. അപ്പൊ ഈ ഒരു ശബ്ദത്തിന് ശേഷം ഏത് അക്ഷരങ്ങൾ വരുന്നു അതിനനുസരിച്ച് തജീവീദിലെ റൂൾസുകൾ ഇങ്ങനെ ചേഞ്ചസ് ആവും. ഈ ഒരു ശബ്ദത്തിന് ശേഷം ഏത് അക്ഷരങ്ങൾ വരുന്നു, അപ്പൊ ആ ശബ്ദത്തെ നമ്മൾ എന്ത് ചെയ്യണം? എൻ, ഇൻ, ഉൻ എന്നുള്ള ആ ശബ്ദത്തെ ശേഷം വരുന്ന അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് മണിക്കണോ മണിക്കണ്ടേക്കോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ എൻ, ഇൻ, ഉൻ എന്ന ശബ്ദത്തിന് ശേഷം വരുന്ന അക്ഷരങ്ങൾ ഏതാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അക്ഷര വിഭാഗങ്ങൾ നമ്മൾ പഠിക്കണം. അക്ഷര വിഭാഗങ്ങൾ ഇൻഷാല്ലാ നമ്മളിങ്ങനെ പഠിച്ചു പോകും. അപ്പം നമ്മുടെ ക്ലാസ് എടുക്കുന്നതിടയിൽ ഓരോ വിഭാഗങ്ങൾ പറയാറുണ്ട്. അപ്പം സുക്കൂൻ നൂനും തൻവീനും ശേഷം, അപ്പൊ സുക്കൂൻ നൂനും തൻവീനും എന്താണെന്ന് മനസ്സിലാവാത്ത ആ ഒരു ക്ലാസ്സിലില്ലല്ലോ. രണ്ട് ഹർക്കത്തുകൾ ഇരട്ടിച്ച് വരിക, അതാണ് തൻവീൻ എന്ന് പറയുന്നത്. ഫത്ഹ, കസ്ര, ലൊമ്മ ഇരട്ടിച്ച് വരിക. അതേപോലെ സുക്കൂൻ നൂൻ എന്ന് പറഞ്ഞാൽ നൂൻ സാക്കിനാണ് സുക്കൂൻ നൂന്, അതിന്റെ ശബ്ദം എൻ തന്നെയാണ്. അപ്പൊ ഇതിന് ശേഷം ഏത് അക്ഷരങ്ങൾ വരുന്നു അതനുസരിച്ച് നിയമങ്ങൾ ഓരോന്നും ചേഞ്ചസ് ആവും. ഫസ്റ്റ് സർ, നെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾ റെഡി ആണല്ലേ? ക്ലാസ് കേൾക്കുന്ന ശബ്ദമൊക്കെ ക്ലിയർ അല്ലേ സർ? ഓക്കെ. എന്തുകൊണ്ടാണ് അവക്ക് രണ്ടിനും ഒരേ നിയമങ്ങൾ? ഓക്കെയാണ്, കേൾക്കാം. രണ്ടിനും ഒരേ ശബ്ദമായതുകൊണ്ടാണ്. രണ്ടിന്റെയും ശബ്ദം ഒന്ന് തന്നെയാണ്, അതായത് ഉച്ചാരണം ഒന്നാണ്. അൻ, ഇൻ, ഉൻ, ഇതാണ് തൻവീന്റെ ശബ്ദം. അത് തന്നെയാണ് സുക്കൂൻ നൂന്റെ ശബ്ദം ഇൻ. അപ്പൊ ഈ ഒരു ശബ്ദത്തിന് ഞാൻ പറയും, ഈ ശബ്ദത്തിന് ശേഷം വരുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ഒന്ന് ഏത് അക്ഷരങ്ങൾ വരുന്നതനുസരിച്ച് ഈ ശബ്ദത്തെ അതിലേക്ക് ചേർക്കുക ചെയ്യുക. ചിലപ്പം ക്ലിയർ ആക്കേണ്ടി വരും, ചിലപ്പോൾ മണിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മൾ മണിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് ക്ലിയർ ആക്കേണ്ടത്? ഈ ശബ്ദം എവിടുന്ന് നമ്മൾ വരുന്നത്? ഈ ശബ്ദം വരുന്നത് നമ്മുടെ ഹൈഷൂം എന്നാണ് കേട്ടോ. ഹൈഷൂം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ നെസൽ കാവിറ്റി, നമ്മുടെ തരിമൂക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. തരിമൂക്ക്, അവിടെ നിന്നാണ് ഈ ശബ്ദം ഗുന്ന വരുന്നത്. മൂക്ക് പൊത്തിപ്പിടിച്ചാലും ആ ശബ്ദം കിട്ടും, തരിമൂക്കാണ്. അപ്പൊ ആ ശബ്ദം എന്ത് ചെയ്യണം? മണിക്കുന്നത് മൂക്ക് ശരിക്കും ഒന്നിങ്ങനെ ശ്വാസം കുറച്ച് പൊത്തി പിടിച്ചാൽ തന്നെ ആ ശബ്ദം നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ ഗുന്ന വരും. ന്ന, അത് ന്ന എന്ന് പറയുമ്പോഴും അവിടെ ആ ശബ്ദം ക്ലിയർ ആയി വരും. മറ്റേത് തനി മൂക്കുണ്ടോ അടഞ്ഞു പോകും. മൂക്കുന്നല്ല, തരി മൂക്കുന്നാണ്, അത് മനസ്സിലാക്കി നോക്കുക. ആ ശബ്ദം കൊടുക്കേണ്ടത് തരി മൂക്കുന്നാണ്. അതാണ് ഹൈഷൂം എന്ന് പറഞ്ഞ സ്ഥലം. അത് നമ്മുടെ പിന്നൊന്ന് നാവ്. നാവ് എവിടെയാണ്? നമ്മുടെ മേലത്തെ ആ മോണയിൽ, മേലത്തെ മോണയിൽ കൊണ്ട് ചേർത്ത് വെക്കണം. ഇങ്ങനെ ഇവിടെ നിന്നാണ് ആ ഗുന്നയുടെ ശബ്ദം കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇനി എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് മണിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് മണിക്കേണ്ടതുള്ള നമ്മൾ പഠിക്കുന്നത്, എപ്പോഴൊക്കെയാണ് അക്ഷരങ്ങളെ ക്ലിയർ ആക്കേണ്ടത്. അപ്പൊ ഇതിന് ബന്ധപ്പെട്ട് നിയമങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒന്ന് ഇൽഹാറാണ്.
ഇൽഹാർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആക്കുക, വ്യക്തമാക്കുക. ലൊഹർ എന്ന് പറഞ്ഞാൽ ഉച്ചയല്ലേ, നമുക്ക് സൂര്യനെ ക്ലിയർ ആയി കാണും, ഒരു മറവ് ഒരു തടസ്സവും ഇല്ലാതെ അല്ലേ, ഒരു മരത്തിന്റെ തടമൊന്നും ഇല്ലാതെ നമുക്ക് നേരെ ക്ലിയർ ആയിട്ട് കാണാം. അതിന് ആ പദം ഓർത്ത് വെക്കാൻ ഇൽഹാർ, ക്ലിയർ ആക്കുക, ക്ലിയർ ആക്കുക, ടു ക്ലിയർ, വ്യക്തമാക്കുക. മറ്റൊരു പദമാണ് ഇദ്ഗാം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിലേക്ക് ചേർക്കുന്നതിന്, കൂട്ടി ലയിപ്പിക്കുക. ഒന്നൊന്നിനെ ചേർക്കുന്നതിന് പറയുന്നത് ഇദ്ഗാം. ദമ്മക്കെന്ന് പറയാം നമ്മള്, ഇദ്ഗാം, ലയിപ്പിക്കുക, ഇദ്ഗാം. ഞാൻ ആ ദമ്മാക്കുന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് ആ പദം ഓർക്കാൻ വേണ്ടിയിട്ടാണോ. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി ലയിപ്പിക്കുക. മറ്റൊന്ന് ഇഖ്ഫ. ഹഫിയ എന്ന് പറഞ്ഞാൽ ഹൈഡ്, മറച്ചു എന്നാ. ഇഖ്ഫ മറച്ചു വെക്കല്, ഹൈഡ് ചെയ്യുക, ഹൈഡിങ്. മറ്റ് ഇൽഹാർ ക്ലിയർ ആക്കുക, ടു ക്ലിയർ. ഇദ്ഗാം ടു മേജ്, കൂട്ടി ലയിപ്പിക്കുക. ഇഖ്ഫ ടു ഹൈഡ്, ഹൈഡ് ചെയ്യുക, അവ്യക്തമാക്കുക, മറച്ചു വെക്കുക. മറ്റൊന്ന് ഇഖ്ലാബ്. നമ്മുടെ ഹൃദയം ഇന്ന് രാവിലെ കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തീരുമാനം മാറി അല്ലെ. കൽബ് കുൽബ എന്ന് പറയും, തീരുമാനം മാറി മറിഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് യാ മുക്കല്ലിബൽ ഖുലൂബ് എന്നല്ലേ. ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ? അതിങ്ങനെ മാറി മറിയുന്നതാണ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവരെ എന്നാണ്. സബിത്ത് കൽബി അലാ ദീനിക്, ഒരു പ്രാർത്ഥന നമുക്ക് പഠിക്കാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മനസ്സിനെ നീ നിന്റെ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ. അപ്പൊ ഇതിങ്ങനെ കൽബ് കുൽബായി പോകുന്നൊക്കെ നമ്മൾ പറയും. അത് ചേഞ്ചസ് വരും, ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മാറി മാറിപ്പോകും. അങ്ങനെ മാറി മറിയുന്നതാണിത് കൽബ്, ഹൃദയം. അതിന് ആ പേരോർത്ത് ഇഖ്ലാബ്, മാറ്റി മറിക്കൽ, ചേഞ്ച്, ടു ചേഞ്ച്, ടു ചേഞ്ച്, മാറ്റി മറിക്കൽ, ടു ചേഞ്ച്, ചേഞ്ച് ആക്കുക. ഒരു ശബ്ദത്തെ ഒരു ശബ്ദത്തെ നമ്മൾ മാറ്റി മറിക്കാൻ ചെയ്യുന്നത്. ഇവിടെ എന്തിനാണ് ക്ലിയർ ആക്കേണ്ടത്? ആ ശബ്ദത്തെ ക്ലിയർ, എൻ ഇൻ ആ സുക്കൂൻ നൂന്റെ തെൻവീന്റെ ശബ്ദത്തെ ക്ലിയർ ആക്കുന്ന ഇൽഹാർ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തെ നമ്മൾ എന്താണ് മറ്റൊന്നിലേക്ക് കൂട്ടിച്ചേർക്കുന്നതാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. മറ്റേ ഇഖ്ഫ എന്ന് പറഞ്ഞാൽ അൻ ഇൻ ആ ശബ്ദത്തെ, നമ്മൾ പറഞ്ഞ തെൻവീന്റെ സുക്കൂൻ നൂന്റെ ശബ്ദത്തെ മറച്ചു വെക്കുക, അതിനാണ് ഇഖ്ഫ എന്ന് പറയുന്നത്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തെ ചേഞ്ച് ആക്കുക, വേറെ ശബ്ദമാക്കി കൊണ്ടുവരിക. അപ്പൊ അതെങ്ങനെയാണ്, എപ്പോഴൊക്കെയാണെന്നുള്ളത് പഠിച്ചത്, അതിനുശേഷം ഏത് അക്ഷരങ്ങൾ വരുമ്പോൾ എന്നാണ്. അപ്പൊ നമ്മൾ ഓരോന്നും ക്ലിയർ ആണ്. ഇത് ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണല്ലോ. ഇനി ഇൽഹാർ എപ്പോഴാണ് നമ്മൾ ക്ലിയർ ആക്കേണ്ടത് മനസ്സിലാക്കുകയാണ്. എപ്പോഴാണ് നമ്മൾ ആ ശബ്ദത്തെ ക്ലിയർ ആക്കേണ്ടത്? നമുക്കറിയാം, ത്രോട്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നു. ഹുറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസും വഹ, അല്ലേ. ഹുറൂഫു ഹൽഖിൻ, ഹൽക്ക് എന്ന് വരുന്ന അക്ഷരങ്ങൾ ത്രോട്ടിന് ഹൽക്ക് എന്നാ പറയാ. ഹൽക്ക് അറബിയിൽ തൊണ്ടക്ക് പറയാ ഹൽക്ക് എന്നാ. ഹുറൂഫു ഹൽക്കിൻ സിത്തത്തുൻ ഹംസും വഹ, ഹംസും ഹാവും, ഇതാണ് ഏറ്റവും താഴെ എന്ന് വരുന്നത്. അദ്നൽ ഹൽക്ക്, നമ്മുടെ ഹൽക്കിന്റെ ഏറ്റവും താഴെ എന്ന് വരുന്ന ശബ്ദമാണത്. അ ഹ അ ഹ, ഒന്ന് പറഞ്ഞു നോക്കി. അ ഹ, ഉള്ളിൽ നിന്നാണ്, ജൗഫിയ ലെറ്ററാണ് അത് ഹ. ഇത് രണ്ടുമാണ് ഏറ്റവും തൊണ്ടയുടെ ഏറ്റവും താഴെ ഈ ഒരു കുഴിയുള്ള ഭാഗത്ത് നിന്ന്. അടുത്ത രണ്ടക്ഷരം തൊണ്ടയെന്ന് പറഞ്ഞ അക്ഷരം ഹ ആണ്. നമ്മുടെ ആഡംസ് ആപ്പിൾ ഉള്ള മിഡിൽ ത്രോട്ട് നിന്ന്, ഇവിടെ ഉണ്ടല്ലേ, അവിടുന്ന് ഹ അ ഹ അ, രണ്ടും ചിരിച്ചുകൊണ്ട് പറയുന്ന അക്ഷരങ്ങളാണ്. അ ഹ, ഈ രണ്ടും മിഡിൽ ത്രോട്ട് നിന്നാണ്. അതിന്റെ മേലേന്ന് അതിന്റെ മേലേന്ന് നമ്മുടെ നോക്കുക, ഇത് വസ്തുൽ ഹൽക്കാണ്, മിഡിൽ ത്രോട്ട് എന്നാണ്. ഇത് വരുന്നത് ഒന്നാണ് ഏറ്റവും മേലെ തൊണ്ടയെന്നാണ്. നമ്മളെ ചെറുനാവുള്ള സ്ഥലല്ലേ, അവിടെ നിന്നാണ് ഉച്ചരിക്കേണ്ടത്. ഗ, 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 ഗ. നമ്മള് ത്രോട്ട് പെയിൻ ഒക്കെ ഉള്ള സമയത്ത് ചുടുവെള്ളത്തിൽ ഇങ്ങനെ വെള്ളാക്കിയിട്ട് ആക്കൂലെ, അവിടെ നിന്നാണ് സൗണ്ട് വരുന്നത്. ഗൈരിൽ. അതേപോലെ തന്നെ നമ്മൾ കഫ് എടുക്കൂലേ, കഫ് എടുക്കാൻ സൗണ്ട് വരുമ്പോൾ നമ്മൾ ആ ചെറുനാവിന്റെ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ കഫ് എടുക്കൂലെ, മേലെ തൊണ്ടയെന്നാണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ്, തൊണ്ടയുടെ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് ഈ 6 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. ഈ അക്ഷരങ്ങൾക്ക് പേരെന്താണ്? ഹുറൂഫുൽ ഹൽക്ക്. ഇത് തന്നെയാണ് ഹുറൂഫുൽ ഇൽഹാർ, വ്യക്തമാക്കേണ്ട അക്ഷരങ്ങളും. അതായത് ഈ ത്രോട്ടത്തെ അക്ഷരങ്ങൾ ഉച്ചരിക്കണമെങ്കിൽ ആ എൻ ഇൻ എന്നുള്ള ശബ്ദം നമ്മൾ ക്ലിയർ ആക്കണം. അപ്പോഴേ ത്രോട്ടത്തിൽ എടുത്ത് ക്ലിയർ ആക്കി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണത്. അപ്പം ത്രോട്ടത്തെ അക്ഷരങ്ങളെ ഉച്ചരിക്കണമെങ്കിൽ അതിന് മുമ്പ് ഈ സുക്കൂൻ നൂനും തൻവീനൊക്കെ ആ ശബ്ദങ്ങൾ ഉച്ചരിച്ചിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുമ്പോൾ എന്തുള്ളൂ, ആ ശബ്ദത്തിന് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള വോയിസ് വരുള്ളൂ, ആ ശബ്ദം കറക്റ്റ് ആയി എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ എൻ ഇൻ ഉൻ അല്ലെങ്കിൽ സുക്കൂൻ നൂന്റെ ശബ്ദം, ഈ ശബ്ദത്തിന് ശേഷം ഈ പറയുന്ന 6 അക്ഷരങ്ങൾ ഏതാണെങ്കിലും ആ ശബ്ദത്തെ എൻ ഇൻ ഉൻ എന്ന ശബ്ദത്തെ
എന്ത് ചെയ്യണം? നമ്മൾ ക്ലിയർ ആയിട്ട് ഉച്ചരിക്കണം. മണിക്കാൻ പാടില്ല, മണിക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കി നോക്കി. എക്സാമ്പിൾ, മൻ ആമന. മൻ ആമന. നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ഖുർആനിലെ ഇൽഹാറിന്റെ സ്ഥലങ്ങളിൽ, ഇൽഹാർ വന്ന സ്ഥലങ്ങൾ നൂനിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടായിരിക്കും. മറ്റു സ്ഥലങ്ങളിൽ നൂനിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടാവില്ല. ഇൽഹാർ ആണെങ്കിൽ നൂനിന്റെ മുകളിൽ ഇതാ ഈ റെഡ് കളറിൽ കാണുന്നില്ലേ, ഹാന്റെ ഹെഡ് സുക്കൂനാണ്, പൂജ്യം അല്ല കേട്ടോ. പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചത് സുക്കൂൻ എന്ന് പറഞ്ഞാൽ പൂജ്യാണ്. അല്ല, റഅ്സു ഹാ ആണ്. ഈ ഹാ ഇതാണ് സുക്കൂൻ. അപ്പൊ ഇവിടെ മൻ ആമന, ഈ നൂന്റെ മുകളിൽ കണ്ടില്ല എട്ടിന്, ഇൽഹാർ ആയോണ്ടാണ്. എന്താണ് ഇൽഹാൻ കാരണം? ഈ സുക്കൂൻ നൂന് ശേഷം ആര് വന്നു? ഹംസ വന്നു, ആ വന്നു, തൊണ്ടേത്ത അക്ഷരം വന്നു. അതുകൊണ്ട് ഇതിനെ, ഈ സുക്കൂൻ നൂന്റെ ശബ്ദത്തെ ക്ലിയർ ആക്കി ഉച്ചരിക്കണം, മണിക്കാൻ പാടില്ല. മൻ ആമന, അവിടെ മൻ എന്ന് ഒന്നുതരുത്, മൻ ആമന. ക്ലിയർ ആണല്ലോ? മൻ ആമന, ഇതിന് പറയുന്ന പേരാണ് ഇൽഹാർ എന്ന്. ഇനി ഹംസയുടെ സ്ഥാനത്ത് ഹ വന്നാലും, അല്ലെങ്കിൽ ഐന് വന്നാലും, ഖാ വന്നാലും, ഗൈന് വന്നാലും ഒക്കെ ഇതേ റൂൾസ് തന്നെ. ക്ലിയർ ആണോ? സുക്കൂനു ശേഷം എന്ത് വരിക? തൊണ്ടയത്തെ 6 അക്ഷരങ്ങൾ ഏത് വന്നാലും ഇൽഹാറാണ് റൂൾസ്. അപ്പൊ ഇത് ഇനിയിപ്പോ മനസ്സിലാവാത്ത ആരും ഉണ്ടാലും തോന്നും. അപ്പൊ അതിന്റെ സുക്കൂൻ നൂന്റെ അതേ ശബ്ദമായ തൻവീൻ വന്നാലും നോക്കുക, അലീമുൻ, അലീമുൻ. അവിടെ നോക്കൂ, മുൻ, അവിടെ തൻവീൻ ഉണ്ട്, തൻവീൻ ബിൽ ലമ്മ. ശേഷം ആരെ വന്ന്? ഹക്കീമില് ത്രോട്ട് അക്ഷരം വന്നു, തൊണ്ടക്ഷരം വന്നു. അപ്പൊ നമ്മൾ ഈ ശബ്ദത്തെ ക്ലിയർ ആക്കണം. അത്രേ ഉള്ളൂ ഇൽഹാർ. അലീമുൻ ഹക്കീം. അവിടെ അലീമുൻ എന്ന് മണിക്കാൻ പാടില്ല എന്നർത്ഥം. ക്ലിയർ ആക്കുക അവിടെ, അലീമുൻ ഹക്കീം. അല്ലെങ്കിൽ അവിടെ അലീമും നോതരുത്, ആ തൻവീന് അലീമും ഹക്കീം നോതരുത്. അവിടെ അലീമുൻ, അവിടെ ക്ലിയർ ആയിട്ട് അലീമുൻ എന്ന് കേൾക്കണം. അതാണ് ഇൽഹാർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കുക, അദാബൻ അലീമ. അദാബൻ, ബൻ, ആ തൻവീന്റെ ശബ്ദത്തെ ക്ലിയർ ആക്കി വെച്ചിരിക്കും, മണിക്കാൻ പാടില്ല. ശേഷം ഹംസയാണ് വന്നത്, അതുകൊണ്ടാണ്. അദാബൻ അലീമ. കഫാരിൻ അസീം, കഫാരിൻ, കഫാരിൻ അസീം. ഇനി നോക്കുക, ഖുർആനിലെ മുസ്ഹാഫില് നമ്മൾ ഈ ചിഹ്നത്തിലും ഇൽഹാറിന് കൊടുക്കുന്ന ചിഹ്നങ്ങൾ ഇതേ രൂപത്തിൽ നോക്കുക. ഒരു ലമ്മത്ത്, അതിന് മുകളിൽ ഒരു ഫോണിന്റെ റിസീവർ ഇങ്ങനെ കമയത്ത് കണ്ടോ? ഒരു ഫോൺ റിസീവർ ഇങ്ങനെ കമയത്ത്. ഇതാണ് ഇൽഹാറിന്റെ തൻവീൻ ബിൽ ലമ്മ. തൻവീൻ ബിൽ ലമ്മയാണെങ്കിൽ ഇൽഹാറിന് ഇങ്ങനെ ഇടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ താഴെ കാണിക്കുന്ന 2 എണ്ണം വെവ്വേറെ ഇടും, സെപ്പറേറ്റ് ഇടും ഇൽഹാർ അല്ലെങ്കിൽ. ഇൽഹാർ ആവുമ്പോൾ നോക്കുക, ഇവിടെ ഒരു ലമ്മത്തും അതിന് മുകളിൽ ഇങ്ങനെ ഒരു ഫോൺ റിസീവർ ഇങ്ങനെ കമയത്തി കിടക്കുന്നത്. ഇതാണ് ഇൽഹാറിന്റെ. മറ്റു നോക്കുക, ഫതഹത്തൈൻ വന്നപ്പം 2 ഫതഹും പാരലായിട്ട്, ഒന്നുകൊണ്ട് ഈക്വൽ ആയിട്ട് തന്നെ, ചെരിച്ചൊന്നും ഇല്ല, കറക്റ്റ് ആയിട്ട്. കണ്ടോ? തൻവീൻ ബിൽ കസ്റയാണ്, പാരലായിട്ട്, രണ്ടിന്റെയും വലിപ്പം ഒരേപോലെയാണ്. എന്നാൽ ഇൽഹാർ അല്ലാത്തത് വരുമ്പോൾ നോക്കുക, ഒന്നൊന്നിനോട് തെറ്റിച്ചാണ് ഇടുക. ഇവിടെ കണ്ടോ? ആരോ ശ്രദ്ധിക്കുക, ഒന്നൊന്നിനോട് തെറ്റിച്ചാണ് ഇടുക. കറക്റ്റ് പാരലല്ല, ഒന്നൊന്നിട്ട് തെറ്റിച്ച്. തൻവീൻ ബിൽ കസ്റ വന്നപ്പോൾ കണ്ടത് ഒന്നൊന്നിനോട് തെറ്റിച്ചാണ് ഇടുക. അപ്പൊ ഖുർആനിൽ ഇതൊക്കെ നമുക്ക് ചിഹ്നങ്ങൾ തന്നെ അറിയാം, പക്ഷെ നമ്മൾ അത്രമാത്രം ഇങ്ങോട്ട് നോക്കിയിട്ടില്ല, കണ്ണു തുറന്ന് നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ തജ്വീദ് നിയമങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇൽഹാറിന്റെ എന്താണ്? സുക്കൂൻ നൂൻ ഉണ്ടെങ്കിൽ ഇൽഹാറിന് ക്ലിയർ ആണ്. നൂന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടെങ്കിൽ അത് ഇൽഹാറാണ്. അതെങ്കിലും മനസ്സിലാക്കി വെച്ചാൽ ഓതാൻ പറ്റും. പിന്നെന്താ ആ നിയമം എങ്ങനെ മനസ്സിലാക്കേണ്ടി? സുക്കൂൻ നൂന് ശേഷം ഏതായോണ്ടാണ്? ത്രോട്ട്ലെറ്റ് ആയതുകൊണ്ട്, തൊണ്ടയത്തെ അക്ഷരങ്ങൾ ആയതുകൊണ്ടാണ് ആ നിയമം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അൻഅംത എന്നുള്ളത് അൻ എന്ന് ക്ലിയർ ആയിട്ട് ഉച്ചരിക്കണം. അൻഅംത, അല്ലെ? സിറാത്തുല്ലദീന അൻഅംത, അവിടെ അന്നംത എന്ന് ഓതരുത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ, ഇൽഹാർ ക്ലിയർ ആണല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. ഓക്കെ, അൽഹംദുലില്ലാ. ഇനി അടുത്തേ നോക്കാം. ഇനി നമുക്ക് അടുത്തൊരു നിയമത്തിലേക്ക് പോകാം. ഇൽഹാർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പം ഇദ്ഗാം പഠിക്കാം. കാരണം ഇഖ്ഫാന് കൂടുതൽ ലെറ്റേഴ്സ് പഠിക്കാണ്ട്. അപ്പൊ നമുക്ക് ഇൽഹാറിന്റെ 6 അക്ഷരങ്ങൾ ഓർത്ത് വെച്ചാൽ ഏതൊക്കെയായിരുന്നു? ഹംസുൻ ഹ, ഐനുൻ ഹ, ഗൈനുൻ ഹ. ഇതാണ് ഇൽഹാറിന്റെ ലെറ്റേഴ്സ്. ഇനി ഇദ്ഗാം എന്ന് പറഞ്ഞ നേരത്തെ മേർജ് ചെയ്യുക, ഒന്നിനെ കൂട്ടി ലയിപ്പിക്കുക. ഒരക്ഷരത്തെ, സുക്കൂനുള്ള അക്ഷരത്തെ അടുത്തതിലേക്ക് കൂട്ടി ലയിപ്പിക്കുക. അതേപോലെ ഇവിടെ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തൻവീന്റെ ശബ്ദത്തെ
ശേഷം വരുന്ന ലെറ്റേഴ്സിലേക്ക് ചേർക്കുക. ഇവിടെ തെൻവീനും സുക്കൂൻ നൂനാണല്ലോ. ആ ശബ്ദത്തെ ശേഷം വരുന്ന ലെറ്റേഴ്സിലേക്ക് ആ ശേഷം വരുന്ന ലെറ്റേഴ്സ് ആരായാലാണ് അങ്ങനെ ചെയ്യേണ്ടത്? മുഴുവൻ എന്നർത്ഥം ഓർത്ത്. മുഴുവൻ. യർമലൂന വന്നാൽ കംപ്ലീറ്റ് എന്താണ് അങ്ങനെ ചേർക്കാനുള്ളതാണ്. യർമലൂൻ. യർമലൂൻ എന്ന് ഓർത്ത് വെച്ചാൽ ഇദ്ഗാമിന്റെ ലെറ്റേഴ്സ് ആണ്. യർമലൂൻ. യർമലൂൻ. യാ, റാ, മീം, ലാം, വാവ്, നൂൻ. യർമലൂൻ. യർമലൂൻ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇദ്ഗാമിന് ലെറ്റേഴ്സ് ആണ്. ഇദ്ഗാം മേർജിങ് ചെയ്യാണ്. പക്ഷെ ട്യൂണ് കൊടുക്കുക അത് സെപ്പറേറ്റ് മാറ്റാനുണ്ട് നമ്മൾ. ഇദ്ഗാം രണ്ട് തരണ്ട്. ഒന്ന് ഇദ്ഗാം ബിഗുന്ന, ഒരു താളം കൊടുത്തുള്ള മേർജിങ്ങും കൂട്ടിലയിപ്പിക്കലും, താളം കൊടുക്കാതെ കൂട്ടിലയിപ്പിക്കലും, രണ്ട് തരണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെയും ലെറ്റേഴ്സ് ആണ് യർമലൂൻ. ഇദ്ഗാം ബിഗുന്നയുടെയും ഇദ്ഗാം ബിലാഗുന്ന എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് യർമലൂൻ. ഇദ്ഗാമിന്റെ ലെറ്റേഴ്സ്. അതായത് തൻവീനോ സുക്കൂനോ ശേഷം ഈ ലെറ്റേഴ്സ് ആണ് വരുന്നെങ്കിൽ യർമലൂൻ, യാ, റാ, മീം, ലാവ്, ലാം, വാവ്, നൂൻ, ഈ 6 ലെറ്റേഴ്സ് ആണ് വരുന്നെങ്കിൽ ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ചെയ്യണം. അപ്പൊ ഏത് ഇദ്ഗാം ചെയ്യേണ്ടേ? അൻ, ഇൻ, ഉൻ എന്ന ആ ശബ്ദത്തെ ഈ അക്ഷരങ്ങളിലേക്ക് ചേർക്കണം. അൻ, ഇൻ, ഉൻ എന്ന തൻവീന്റെ ശബ്ദത്തെ അല്ലെങ്കിൽ സുക്കൂൻ നൂന്റെ ശബ്ദത്തെ ഈ അക്ഷരങ്ങളിലേക്ക് ചേർക്കണം. അപ്പൊ ഇനി ചേർക്കുമ്പോൾ എപ്പോഴൊക്കെയാണ് ഗുന്ന വരിക, എപ്പോഴൊക്കെയാണ് ഗുന്ന ഇല്ലാത്ത? വളരെ സിമ്പിൾ ആണ്. ഇതില് മുഴുവൻ മീമ്, യാ, വാവ്, നൂന്, മീമ്, വാവ്, യാ, മീമ്, യാ, മുഴുവൻ മീമ്, യാ, വാവ്, നൂന്, ഈ അക്ഷരം ഓർത്തുക. മീമ്, യാ, വാവ്, നൂന്, ഇതിനാണ് നമ്മൾ ഗുന്ന കൊടുക്കേണ്ടതുള്ളൂ കൂട്ടിലേപ്പിക്കുമ്പോൾ. സമയം ഉണ്ടല്ലോ സാർ? നോക്കും. സാർ സമയമുണ്ട്. ഓക്കെ. അപ്പം മുഴുവൻ എന്ന അക്ഷരം ഇപ്പൊ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക. എപ്പോഴാണ് കംപ്ലീറ്റ് മേർജിങ് കൊണ്ട് ഒരു നാഫിസ് ബിഗുന്ന, ഇദ്ഗാം കാമിൽ ബിഗുന്ന എന്ന് പറയും കംപ്ലീറ്റ് മേർജിങ്ങിന്. അതായത് ഷദ് വന്നാൽ തന്നെ ഗുന്നയാകുന്ന 2 അക്ഷരങ്ങളുണ്ടല്ലോ. ഷദ് വന്നാൽ ഗുന്ന വരുന്നത് ഏതൊക്കെയാണ്? മീമും നൂനും അല്ലേ? നമ്മൾ കഴിഞ്ഞ അവിടെ ഷദ്ദുള്ള മീമ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. മീം മുഷദ്ദദ, നൂൻ മുഷദ്ദദ, ഇത് രണ്ടും എന്ത് ചെയ്യും? ഗുന്ന കൊടുത്തിട്ടാണ് ഓതുക അല്ലെ? ആ 2 അക്ഷരങ്ങൾ ആണ് ഈ അൻ, ഇൻ, ഉൻ ഇതിന് ശേഷം വരുന്നതെങ്കിൽ ഇദ്ഗാം കാമിൽ ബിഗുന്ന, കംപ്ലീറ്റ് മേർജിങ് ആണ്. ആ അക്ഷരത്തിലേക്ക് ഈ തൻവീന്റെ ശബ്ദം കംപ്ലീറ്റ് മേർജ് ചെയ്യും. മിൻ, മാൽ, അവിടെ എന്നൊരു ശബ്ദം പിന്നെ ഉച്ചരിക്കുന്നതല്ല. മിം, ആ നൂന്റെ ശബ്ദത്തെ, സുക്കൂൻ നൂന്റെ ശബ്ദത്തെ മീമിലേക്ക് കംപ്ലീറ്റ് മേർജ്. പക്ഷെ ശ്രദ്ധിക്കുക, മിൻ മാൽ നേടി കൊടുത്ത് നോക്കുക. നൂനിന് ഒരു ഡോട്ട് മാത്രമേ ഉള്ളൂ, സുക്കൂനില്ല. നൂൻ സാക്കിന, സുക്കൂന് കാണില്ല. എന്തുകൊണ്ടാ? ഇത് നിയമം എഴുതാണ്, ഇദ്ഗാം ആയതുകൊണ്ടാണ്. ഇൽഹാറിന് മാത്രമേ എന്തുള്ളൂ? ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത്? ആ തെൻവീന്റെ ചിഹ്നമായിട്ടുള്ള, സോറി, സുക്കൂൻ നൂൻ ഇൽഹാറിന്റെ ചിഹ്നമായിട്ടുള്ള, അത് നൂൻ സാക്കിന്റെ സുക്കൂനായിട്ടുള്ള സാക്കിന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു റഅ്സു ഹാ അല്ലെ, അത് ഇടുള്ളൂ. റഅ്സു ഹാ, ആ ഒരു പൂജ്യം എന്നല്ല ഞാൻ പറഞ്ഞില്ലേ, പൂജ്യം അല്ല, റഅ്സു ഹാ ആണ്. അപ്പൊ ഇൽഹാറിന്റെ നൂനിന്റെ മുകളിൽ അങ്ങനെ ഇടുള്ളൂ. ഇവിടെ എന്തില്ല, ഇവിടെ വെറും ഡോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഓതേണ്ട രൂപം നോക്കുക. മിൻ മാൽ എന്നുള്ള നമ്മൾ ഓത് നോക്കുക. ഈ നൂന്റെ ഉച്ചാരണം പറ്റേ പോയി. എന്നിട്ട് എങ്ങോട്ടാ പോകുന്നത്? ശേഷം വന്ന മീമിലേക്ക്. സുക്കൂൻ നൂനോ തെൻവീനോ ശേഷം മീമ് വരികയാണെങ്കിലാണ് ഈ റൂൾസ്. അപ്പൊ ഇവിടെ സുക്കൂൻ നൂനിന് ശേഷം മീമ് വന്നു. അപ്പൊ ഈ ശബ്ദത്തെ ഇതിലേക്കാണ് ചേർത്തു, മീമിലേക്ക്. മിം, എന്നിട്ട് ഒരു താളം കൊടുക്കുക, ഒരു ഉന്ന കൊടുക്കുക. മിം മാലിൻ, മിം മാലിൻ, ഇതിനാണ് ഗുന്ന. ഇദ്ഗാം, ആ താളം കൊടുക്കുന്നതാണ് ഗുന്ന എന്ന് പറയുന്നത്. ഇദ്ഗാം ബി ഗുന്ന, ഇദ്ഗാം ബി ഗുന്ന. അടുത്ത നോക്കുക. മിൻ നഫ്സിൻ, സുക്കൂൻ നൂന് ശേഷം നൂൻ തന്നെ വന്നു. അതുകൊണ്ട് നമുക്ക് അത് മിൻ നഫ്സിൻ, നൂൻ ഉച്ചരിക്കുന്ന പോലെ തോന്നും. സുക്കൂൻ നൂന് ശേഷം നൂനോ, ഈ നൂനെ ഉച്ചരിക്കാതെ ഇതിലേക്കാണ് ചേർത്തു. മിൻ നഫ്സിൻ. അപ്പൊ ഇവിടെ ഈ രണ്ടും ഇദ്ഗാം കാമിൽ ബി ഗുന്നയാണ്. അപ്പൊ ഇവിടെ സുക്കൂൻ നൂന് ശബ്ദത്തിന്, ഈ സുക്കൂൻ നൂനിന് ബദലായിട്ട് തെൻവീൻ വന്നാലും ഇതേ റൂൾസ് തന്നെയാണ്. ഇവിടെ തെൻവീനാണ് വരുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിലും എന്താണ്, ഇതേ റൂൾസ് തന്നെയാണ്. ഇദ്ഗാം കാമിൽ ബി ഗുന്ന. എങ്ങനെ? ഒരു ഉദാഹരണം നോക്കുക. ഇദ്ഗാം കാമിൽ ബി ഗുന്നക്ക്, ഇദ്ഗാം കാമിൽ ബി ഗുന്ന, തെൻവീനായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ കാണുന്നില്ല അല്ല? ഓക്കെ, കുഴപ്പമില്ല സാർ. തെൻവീനായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ ഉണ്ടോ? തെൻവീന്റെ ഇതേപോലെ ഇല്ല ഇല്ല ഇല്ല. ഇല്ല. ഓക്കെ, തെൻവീനാണെങ്കിൽ നോക്കുക. ഉദാഹരണത്തിന് സുറുറൻ മർഫുഅ,
നമ്മൾ സൂറത്തുൽ ഗാഷിയ ഓതുമ്പോൾ സുറുറൻ ഫീഹ സുറുറൻ മർഫൂ അങ്ങനെയാണോ അതിൽ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ കട്ടിലുകൾ ഉണ്ടാവാണ്ട് അല്ലേ? സുറുറൻ മർഫൂ ഉയർന്ന കട്ടിലുകളുണ്ട്. എങ്ങനെ ഓതല്? സുറുറൻ മർഫൂ എന്നാണോ ഓതുക? ആ സുറുറുൻ ആ തൻവീന്റെ ശബ്ദത്തെ ശേഷം വന്ന് മീമിലേക്ക് എന്ത് ചേർക്കും? സുറുറും എന്നിട്ട് കൊണ്ട കൊടുക്കും. സുറുറും മർഫൂഅ വഅക്വാബും മവ്ദൂഅ. അപ്പൊ ഇവിടെയൊക്കെ ഇതിനാണ് ഇദ്ഗാം ബിഗുൻ. ആ തൻവീന് ശേഷം മീം വന്നു, തൻവീന് ശേഷം നൂന് വന്നാലും ഇപ്പൊ ഇതേ റൂൾസ് അൻ ഇൻ ഉൻ ആ ശബ്ദത്തിന് ശേഷം മീമോ അതേപോലെ തന്നെ നൂനോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇദ്ഗാം കാമിൽ ബിഗുന്നയാണ്. ക്ലിയർ? ആ ശബ്ദത്തിന് ശേഷം മീമോ നൂനോ വന്നു കഴിഞ്ഞാൽ. ഇനി ലാം വാവും യാവും ആണെങ്കിൽ ഇദ്ഗാം നാഖിസ് ബിഗുന്നയാണ്. സർ വാവും യാവും വരുന്നത് കാണിക്കോ? വാവും യാവും ഇദ്ഗാം, അതെ, ഇദ്ഗാം നാഖിസ് ബിഗുന്ന, അതായത് അത്ര തന്നെ കംപ്ലീറ്റ് മേർജ് ചെയ്യുന്നില്ല, ഒരു പകുതി ഭാഗികമായിട്ടുള്ള ഒരു മേർജിങ് ആണ്. ഫമൻ യഅമൽ എന്നുള്ളത് ഫമൈ, അങ്ങനെ ഫമൈ പറയില്ല, ഫമൈ ഒരു ഭാഗികമായിട്ടുള്ള ഫമൈ യഅമൽ. അൻ എന്ന് ഉച്ചരിക്കുന്നില്ല, എന്നാ യാ കംപ്ലീറ്റ് ഫമയ്യ എന്ന് പറയുന്നില്ല. ഫമൈ യഅമൽ ഒരു ഭാഗികമായിട്ടുള്ള മേർജിങ് ആണ് കൊടുക്കുന്നത്. ഇദ്ഗാം നാഖിസ് ബിഗുന്ന. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ. അതേപോലെ മിൻവാൽ എന്ന് പറയില്ല, കംപ്ലീറ്റ് മേർജിങ് ഇല്ല. മിമ്മാൽ കംപ്ലീറ്റ് കൊടുത്തിരുന്നു, ഇവിടെ കംപ്ലീറ്റ് മേർജിങ് ഇല്ല. മിവാൽ ഇങ്ങനെ ഒരു ഹാഫ് മേർജിങ് ആണ് കൊടുക്കുന്നത്. ഇതാണ് ഇദ്ഗാം നാഖിസ് ബിഗുന്ന എന്ന് പറയുന്നത്. അപ്പം അത് സ്വയമേ ഗുന്ന വരുമ്പം എന്തില്ല, ഗുന്ന ഇല്ലാത്ത അക്ഷരങ്ങളാണ് യാവും വാവും. അപ്പം ഇതിന് സ്വന്തമായി മണിക്കലില്ല, മണിക്കുന്ന ശബ്ദം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നാഖിസ് ഇദ്ഗാം നാഖിസ് ബിഗുന്ന ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഇദ്ഗാം ബിഗുന്നന്റെ നിയമം പറഞ്ഞു. സുക്കൂൻ നൂനോ തൻവീനോ ശേഷം മീമ് വാവ് യാ നൂന് മുഴുവൻ മീമ് യാ വാവ് നൂനാണ് വരുന്നതെങ്കിൽ ഇദ്ഗാം ബിഗുന്നയാണ്. ഇനി അതിന് ഇദ്ഗാം ബിലാഗുന്ന എപ്പോഴാണ്? ഇദ്ഗാം ബിലാഗുന്ന നമ്മൾ ക്രിക്കറ്റ് പ്ലെയർ ലാറിനെ ഓർത്താൽ മതി. ലാറ അല്ലെ, സച്ചിന്റെ ഒക്കെ മുമ്പുണ്ടായിരുന്ന വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ ലാറ, ലാം റ, ഈ രണ്ടക്ഷരങ്ങൾ ഇദ്ഗാം ബിലാഗുന്ന. ഇവിടെ നോക്കുക, ഇദ്ഗാം ബിലാഗുന്ന. സർ ഒന്നുകൂടി മുന്നോട്ട്, മുന്നത്തെ പേജ് ഒന്നുകൂടി, ഒറ്റൊന്ന് മുന്നോട്ട്. ഇദ്ഗാം ഇവിടെയും നമ്മൾ കംപ്ലീറ്റ് മേർജ് ചെയ്യണം, പക്ഷെ എന്തില്ല, ഗുന്നയില്ല. ലാമു റാവു ആണ്, തൻവീനോ സുക്കൂനോ ശേഷം ലാമു റാവു ആണ് വരുന്നതെങ്കിൽ ഗുന്ന കൊടുക്കാൻ പാടില്ല. നോക്കുക, മൻ റബ്ബു എങ്ങനെ ഓതുക? മൻ റബ്ബു നിങ്ങൾ മർ റബ്ബു അല്ലെ. അൻ റആഹു നമ്മൾ എങ്ങനെ ഓതല്? സൂറത്തുൽ അലഖിൽ കാണാം, അൻ റആഹു ഇസ്തഗ്ന, അങ്ങനെ നമ്മൾ ഓതല് ആണോ? അർറആഹു ഇസ്തഗ്ന അല്ലെ, അർറ എന്ന് ഓതല്. അൻ റആഹു എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഓതൽ എങ്ങനെയാണ്? അർറആഹു ഇസ്തഗ്ന മിൻ റബ്ബിഹിം, എങ്ങനെ ഓതുക? മിർ റബ്ബിഹിം അല്ലെ, അങ്ങനെ നമ്മൾ ഓതല് മിർ റ. അവിടെ നൂൻ ഉച്ചരിക്കുക, ആ സുക്കൂൻ നൂന്റെ ശബ്ദത്തെ റായിലേക്കാണ് ചേർത്തു, നൂൻ ഉച്ചരിക്കുന്നതല്ല. ഇദ്ഗാം കാമിൽ ബിലാ ഗുന്നയാണ്, ഗുന്ന ഇല്ലാതെ കംപ്ലീറ്റ് മേർജ് കൊടുക്കും. അടുത്തൊക്കെ മൻ ലം, എങ്ങനെ ഓതുക? മല്ലം, എങ്ങനെയാണ്? മല്ലം. നമ്മള് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതാണ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു, എങ്ങനെ ഓതുക? വലം യകുല്ലഹു, യകുല്ലഹു. അവിടെ നൂൻ ഉച്ചരിക്കുന്നില്ല, നമ്മൾ യകുല്ലഹു എന്നാ എഴുതിയിട്ടുള്ളത്, പക്ഷെ നമ്മൾ യകുല്ലഹു എന്ന് ഓതുക. എങ്ങനെ ഓതുക? യകുല്ലഹു വലം യകുല്ലഹു കുഫുവൻ അഹദ് അല്ലേ. അതേപോലെ തൻവീൻ വന്നാലും വൈലുൻ ലി, എങ്ങനെ ഓതല്? വൈലുൻ ലി, വൈലുൻ ലി കുല്ലി, അങ്ങനെ ഓതല്? വൈലുൻ ലി കുല്ലി ഹുമസത്തിൻ ലുമസ, അങ്ങനെയാണോ? അല്ല, എങ്ങനെ ഓതല്? വൈലുല്ലി, 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 വൈലുൻ എന്നുള്ള ശബ്ദത്തെ ശേഷം വന്ന ലാമിലേക്ക് ചേർത്തു, വൈലുല്ലി. തൻവീന്റെ ശബ്ദം വന്നാൽ തൻവീനോ അല്ലെങ്കിൽ സുക്കൂൻ നൂനോ ശേഷം ലാമു റ വരുമ്പോ, അപ്പൊ തൻവീൻ വന്നപ്പോ എന്താ ചെയ്ത്? വൈലുല്ലി അല്ലെ. അതേപോലെ തന്നെ ഗഫൂറുൻ റഹീം, എങ്ങനെ മുതല്? ഗഫൂറുൻ റഹീം, അങ്ങനെ മുതല്? ഗഫൂറുർ റഹീം അല്ലെ, ഗഫൂറുർ റഹീം. അവിടെ ഗഫൂറു എന്ന് ഉണ്ടാവുള്ളൂ, ആ എൻ എന്ന ശബ്ദത്തെ ശേഷം റാവിലേക്ക് ചേർത്തു, ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം.
അപ്പൊ ഇങ്ങനെ തെൻവീനോ സുക്കൂൻ നൂനോ ശേഷം യർമലൂന എന്ന ലെറ്റേഴ്സ് ആണ് വരുന്നതെങ്കിൽ മേജ് ചെയ്യാ എന്താണ് അതിലേക്ക് എന്താ കൂട്ടി ലയിപ്പിക്കണം. എപ്പോഴാണ് ഗുന്ന കൊടുക്കേണ്ടത്? മീമ് യാ വാവ് നൂന ആണെങ്കിൽ ഇദ്ഗാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഗുന്ന കൊടുത്ത് മണിച്ച് വേണം എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യാൻ. ലാമുറാവാണെങ്കിൽ മണിക്കാതെ ഇദ്ഗാം ചെയ്യാൻ. മിൻ ലദുൻഹു മില്ലദുൻഹു എന്ന് ഓതരുത്. വൈലുല്ലി എന്ന് ഓതരുത്. വൈലുല്ലി. അപ്പൊ ഇനി നമ്മൾ അങ്ങനത്തെ സ്ഥലം മണിക്കണ്ടാത്ത സ്ഥലങ്ങൾ എന്ത് ചെയ്ത് മണിക്കരുത് വെറുതെ. മിർ റബ്ബിഹിം എന്ന് ഓതരുത്. മിർ റബ്ബിഹിം അൻ റആഹു അവിടെ അങ്ങനെ ഇടോ ഈ രൂപത്തില് തെറ്റിക്കൂലല്ലോ. ഇനി എപ്പോഴാണ് മണിക്കണ്ടാത്തത് മനസ്സിലായോ? സുക്കൂൻ നൂന് ശേഷം തൻവീന് ശേഷം ലാമു റാവും വരികയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ മണിക്കരുത്. അവിടെ ഇദ്ഗാം മാത്രമേ ഉള്ളൂ. ഇദ്ഗാം ബിലാ ഗുന്ന. ക്ലിയർ? അപ്പൊ നമ്മൾ ഇന്ന് 2 റൂൾസേ യെസ് സർ. പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഇദ്ഗാം ബിഗുന്ന, സോറി 3 റൂൾസ്: ഇൽഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന. അപ്പം സാറേ ഇനി കണ്ടിന്യൂ ചെയ്യണോ? സമയമുണ്ടോ? ടൈം കഴിഞ്ഞു സർ, വൈൻഡപ്പ് ചെയ്യാം. കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് 3 റൂൾസ് നമ്മൾ പഠിച്ചു. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നത്. സുക്കൂൻ നൂനോ തെൻവീനോ ശേഷം ഏത് അക്ഷരങ്ങൾ വരുന്നു അതിനനുസരിച്ച് ഓരോ റൂൾസുകളും ചേഞ്ചസ് ആവും ഞാൻ പറഞ്ഞു. ഇവിടെ തൊണ്ടയത്തെ അക്ഷരങ്ങൾ വരുന്നെങ്കിൽ ഇദ്ഹാറാണ്. ലാമുറാണെങ്കിൽ ഇദ്ഗാം ബിലാഗുന്നയാണ്. മുഴുവനാണെങ്കിൽ ഇദ്ഗാം ബിഗുന്നയാണ്. ആ ലെറ്റേഴ്സുകൾ പഠിച്ചു വെക്കുക. സുക്കൂൻ നൂന് തെൻവീന് ശേഷം ആര് വരുന്നു, ആരാണ്, ഏത് അക്ഷരങ്ങളാണ് വരുന്നത് അതിനനുസരിച്ച് റൂൾസുകൾ ചേഞ്ച് ആവും. ഒരിക്കൽ കൂടി പറയാം. സുക്കൂൻ നൂനും തെൻവീന്റെ ശബ്ദം എൻ, ഇൻ, ഉൻ. ആ ശബ്ദത്തിന് ശേഷം നൂൻ സാക്കിന്റെ ശബ്ദം എൻ. ആ ഒരു ശബ്ദത്തിന് ശേഷം തൊണ്ടയത്തെ അക്ഷരങ്ങൾ വരുമ്പോൾ ആ ശബ്ദത്തെ നമ്മൾ ക്ലിയർ ആക്കി ഉച്ചരിക്കണം. അതിന് ഇൽഹാർ എന്ന് പറയും. ആ ശബ്ദത്തിന് ശേഷം മുഴുവൻ വരുമ്പം ആ ശബ്ദത്തെ ഈ മുഴുവനിലേക്ക് മീമാണ് മീമ് യാ ആണ് ഈ 4 അക്ഷരങ്ങൾ ഏതാണ് അതിലേക്ക് കൂട്ടി ലയിപ്പിച്ച് ഗുന്ന കൊടുത്ത് മണിച്ച് ഓതണം. ഇതിന് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയും. ലാമുറാണെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന. ഇതില് ഒറ്റ പദത്തിൽ വരുമ്പോൾ ഒറ്റ ശ്രദ്ധ. ഇതിൽ ആ സ്ലൈഡിൽ എനിക്ക് കാണിക്കാൻ കഴിയില്ല അല്ലെ. അതിനൊറ്റ സിൻവാൻ, ഖിൻവാൻ, ബുനിയാൻ, ഇത് 4 പദങ്ങൾ. ദുനിയ, ഈ 4 പദങ്ങൾ ഇതിൽ പെടില്ല. ഒറ്റ പദത്തിലായതുകൊണ്ടാണ്. സുക്കൂൻ നൂനോ തൻവീന് ശേഷം നമ്മൾ പറഞ്ഞു മീമു യാ വാവു നൂനൊക്കെ ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞു. ഇവിടെ ഖിൻവാൻ സുക്കൂൻ നൂന് ശേഷം വാവ് വന്നിട്ടുണ്ട്. ബുനിയാൻ സുക്കൂൻ നൂന് ശേഷം യാവ്. അവിടെ ബുയ്യാൻ ഓതണ്ട, ബുനിയാൻ ഇൽഹാറാക്കണം. ഈ 4 പദങ്ങൾ അത് ഒറ്റപദത്തിൽ വരുമ്പം ഈ നിയമം ബാധകമല്ല. ഒറ്റപദമായിട്ട് 4 എണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ. ബുനിയാൻ, ഖിൻവാൻ, സിൻവാൻ, ദുനിയ. ദുനിയ എന്ന് ഒരുപാട് സ്ഥലത്ത് റിപ്പീറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ ഈ 4 പദങ്ങളിലേ അത് വന്നിട്ടുള്ളൂ. അത് ഈ നിയമത്തിൽ ബാധകമല്ല. ക്ലിയർ? അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അൽഹംദുലില്ലാ കുറച്ച് ആളുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. തജ്വീദ് പഠിക്കേണ്ട പ്രാധാന്യവും നിങ്ങൾക്ക് ഓത്തില് ഇനി ഓരോ ദിവസങ്ങൾക്ക് നിങ്ങളുടെ ഇതിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ മണിക്കണം. അപ്പൊ അത് നിങ്ങൾ കണ്ടെന്നെ നോക്കിയിട്ട് കണ്ണ് തുറന്ന് ഓതുക. അപ്പൊ അവിടെ മണിക്കണ്ടാത്തും ഒക്കെ നമ്മൾ മനസ്സിലാക്കി പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ അതുപോലെ ഓതുമ്പോൾ നിങ്ങളുടെ ഓത്തിനൊരു ചേഞ്ചസ് വരാനുണ്ട്. നിങ്ങൾ ഏറ്റവും നല്ല ഖിറാഅത്ത് കേൾക്കുക, നല്ല പാരായണം കേൾക്കിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുക, നല്ല കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രവിക്കുക, എന്നിട്ട് അതേപോലെ ഓതാൻ ശ്രമിച്ചു നോക്കുക. കഴിയും. നിങ്ങൾക്ക് കഴിയാത്തായിട്ട് ഒന്നുമില്ല. അപ്പൊ ഇൻഷാ അല്ലാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എന്താണ് വളരെ സന്തോഷം, നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ ഈ ക്ലാസ് ശ്രമിച്ചതിന്. ഷാഫി സാർ, അള്ളാഹു നമ്മുടെ ഈ ഒരു പറഞ്ഞോളൂ. ഒരു നിങ്ങൾ സീഡ്സ് മദ്രസയിൽ നിങ്ങളെ ഒരു സ്റ്റുഡൻറ് നാസിഹ് ഓൺലൈനിലുണ്ട്. ജസ്റ്റ് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. നാസിഹ് ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തത്. പറഞ്ഞോളൂ. നാസിഹ് ഇല്ല, ആള് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നാസിഹ എന്റെ സ്റ്റുഡന്റാ? അതെ അതെ, സീഡ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, വൈൻഡപ്പ് ഓക്കെ ചെയ്യാം ഇൻഷാ സാർ. അല്ലാ. ഓക്കെ. അപ്പം അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേർ സ്വാലിഹാമിലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. ഓക്കെ സാർ, ഇനി ഓക്കെ, എന്തെങ്കിലും? ഇല്ല സാർ. ഓക്കെ, جزاك الله خير. الله يجزيك. അമീൻ.